ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ഇന്ന് 2025 ജൂൺ 10 ചൊവ്വാഴ്ചയാണ്. സെൻസെക്സിന്റെ എക്സ്പയറി ദിവസമാണ്. ഇന്നലെ മാർക്കറ്റിൽ കാര്യമായ മൂവ്മെന്റ് ഒന്നും കിട്ടാതിരുന്നാണ്. വെള്ളിയാഴ്ച നല്ല മൊമെന്റം ഉണ്ടായിരുന്നുവെങ്കിലും തിങ്കളാഴ്ച കാര്യമായിട്ടൊന്നും മൂവ്മെന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ട്രേഡിങ്ങിൽ ലോസ് ആണ് സംഭവിച്ചത്. നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതെന്ന് പറഞ്ഞുതരാം. കാരണം നമ്മൾ ഇരു കൂട്ടരും സംസാരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു എന്താണ് എല്ലാവർക്കും സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള കമന്റ് ചെയ്യാം. ദെൻ ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങളിലേക്ക് പോവുകയാണെങ്കിലോ, പ്രധാനമായിട്ടും എല്ലാ ന്യൂസ് ചാനലുകളും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് കോവിഡ് കേസുകൾ തന്നെയാണ്. ഇന്ത്യയിൽ കോവിഡ് കേസുകൾ 6000 കടന്നു. അതേപോലെ 6 മരണം, അതിൽ 3 എണ്ണം കേരളത്തിലാണ് എന്നൊക്കെയാണ് ന്യൂസുകൾ കാണുന്നത്. എന്തായാലും വളരെ ശ്രദ്ധിച്ച് ഇപ്പോൾ പൊതുസ്ഥലങ്ങളിൽ ഒക്കെ ആൾക്കാർ മാസ്ക് ഇട്ടിട്ട് വരുന്ന ഒരു സംഭവം കാണുന്നുണ്ട്. ഒത്തിരി പേര് മാസ്ക് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ എന്തായാലും നമ്മളുടെ സൈഡിൽ നിന്ന് നമ്മൾ കെയർഫുള്ളായിട്ട് മുന്നോട്ട് പോവുക എന്ന് മാത്രമേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. അതേപോലെ ഇന്ത്യ ജപ്പാനെ മറികടന്ന് 4ാമത്തെ ലോകശക്തിയായി മാറും, അല്ലെങ്കിൽ സാമ്പത്തിക ശക്തിയായി മാറും എന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. പക്ഷെ അവിടെ വരുന്ന മറ്റൊരു ചോദ്യമുണ്ട്. അവിടെ GDPയുടെയും അതേപോലെ പെർ ക്യാപിറ്റ ഇൻകം ഇത് രണ്ടും ജപ്പാനേക്കാളും വളരെ പിറകിലായിരിക്കും നമ്മൾ എന്നാണ് പറയുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ ജപ്പാന്റെ അതായത് അവരുടെ ഇതിനെ മറികടക്കുന്നത്, അവരെക്കാളും വലിയൊരു സാമ്പത്തിക ശക്തി ആകുന്നതിന്റെ അടിസ്ഥാന കാരണം ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ജനങ്ങളുടെ ഒരു കഴിവ്, അതായത് അത്രയും സമ്പത്ത് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ. പക്ഷെ ഈ ജപ്പാനിലുള്ള ജനസംഖ്യയും ഇന്ത്യയിലുള്ള ജനസംഖ്യയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഒരു കുഴപ്പമുണ്ട്. ഇന്ത്യയിലെ ജനസംഖ്യ വളരെ 140 കോടി ജനങ്ങൾ നമ്മളുണ്ട്. അപ്പോൾ പെർ ക്യാപിറ്റ നോക്കുകയാണെങ്കിൽ ഇത് വളരെ ഒരു ചെറിയ എമൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. മൊത്തത്തിൽ വലിപ്പം നോക്കുകയാണെങ്കിൽ നമ്മൾ അവരെക്കാളും വലുതാണ്. പക്ഷെ ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി നോക്കുകയാണെങ്കിൽ നമ്മൾ അവരെക്കാളും താഴെയാണ്. അതേപോലെ GDP പ്രൊഡക്ഷനിൽ ഇന്ത്യയുടെ ഏരിയ വളരെ വലുതാണ്. സോ ഇതെല്ലാം ഇതിൻ്റെ കൂടെ പരിഗണിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് മണി കൺട്രോളിൽ വിശദമായൊരു റിപ്പോർട്ട് കണ്ടു. അത് വായിച്ചിട്ടാണ് ഞാനിത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. പിന്നെ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പരമാവധി ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ന്യൂസ് ചാനലൊക്കെ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും എന്ന് ഉറപ്പാണ്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ US മാർക്കറ്റ് ഗ്രീനിലാണ് അവസാനിച്ചത്. പക്ഷേ ഇന്നലെ US മാർക്കറ്റാണ് ലേറ്റസ്റ്റ് അവസാനിച്ചത്. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റ് റെഡിലാണ് അവസാനിച്ചിട്ടുള്ളത്. ഇനി ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ജപ്പാന്റെ മാർക്കറ്റ് ഗ്രീനിലാണ് അവസാനിച്ചിട്ടുള്ളത്. ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് 25,233 ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് 25,244 11 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിൽ വന്നിട്ട്, അതായത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഇതൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നെയാണ്. കാരണം 10 പോയിന്റ് ഒക്കെ വ്യത്യാസം എങ്ങനെയായാലും വരും. എന്നിട്ട് മാർക്കറ്റ് അവിടെ തന്നെ നിൽക്കുകയാണ്. 25,236 വന്ന് നിൽക്കുന്നത്. സോ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ അവിടെയാണുള്ളത്. ഇപ്പോൾ ഓപ്പൺ ആയിട്ട് ഏകദേശം അരമണിക്കൂറായിട്ടുണ്ടാവും. ലേറ്റസ്റ്റ് ഡാറ്റ നിങ്ങളൊന്ന് മണി കൺട്രോളിലോ അല്ലെങ്കിൽ ട്രേഡിംഗ് വ്യൂലോ ഒന്ന് നോക്കി കൺഫേം ചെയ്യുക മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുമ്പേ. ഇനി കമ്മോഡിറ്റിയിലേക്ക് പോകണമെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. $65.45 എത്തിയിട്ടുണ്ട്. ഗോൾഡ് പ്രൈസ് കുറയാണ് ചെയ്തിട്ടുള്ളത്. $3,332 കുറഞ്ഞിട്ടുണ്ട്. ബിറ്റ് കോയിൻ വീണ്ടും 1,09,786 എന്ന മാജിക് നമ്പറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി 1.11 1,11,000 എന്ന ഒരു വാല്യൂയിലേക്കാണ് ബിറ്റ് കോയിൻ പോകാൻ പോകുന്നത്. അതേപോലെ USD INR റേറ്റ് നോക്കുകയാണെങ്കിൽ 85.64 ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ഇനി നമുക്ക് ഗ്ലോബൽ ഈവൻസ് നോക്കുകയാണെങ്കിൽ US NFIB സ്മോൾ ബിസിനസ് ഓപ്റ്റിമിസം, റെഡ് ബുക്ക് ഇയർ ഓൺ ഇയർ, EIA ഷോർട്ട് ടേം എനർജി ഔട്ട്ലുക്ക്, BRC റീറ്റെയിൽ സെയിൽസ് മോണിറ്റർ, ആവറേജ് ഏർണിംഗ്സ് ഇത് UK എന്നുള്ളതാണ്. ആവറേജ് ഏർണിംഗ്സ് എക്സ് ബോണസ്, ആവറേജ് ഏർണിംഗ്സ് ഇൻഡെക്സ് പ്ലസ് ബോണസ്, UK എംപ്ലോയ്മെന്റ് ചേഞ്ച് 3M, UK എംപ്ലോയ്മെന്റ് റേറ്റ്, ഇത്രയും ഇവന്റുകൾ UK എന്നാണെങ്കിൽ. ഇനി ജപ്പാൻ എന്നുള്ളത് M2 മണി സ്റ്റോക്ക്, അതേപോലെ M3 മണി സ്റ്റോക്ക്, മണി സപ്ലൈ, മെഷീൻ ടൂൾസ് ഓർഡേഴ്സ്, ഇത്രയും ഇവന്റുകൾ ജപ്പാൻ എന്ന് വരാനുള്ളതാണ്. റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളൊന്നും തന്നെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. F&O ബാനിൽ വന്നിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ABFRL, ചമ്പൽ ഫെർട്ടിലൈസേഴ്സ്, ഹിന്ദ് കോപ്പർ, തിത്തഗർ, ഇത്രയും സ്റ്റോക്കുകൾ 4 സ്റ്റോക്കുകളാണ് F&O ബാനിൽ വന്നിട്ടുള്ളത്.
ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെ 1992 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. അതേപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 3503 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. മൊത്തത്തിൽ 5496 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിയതായിട്ടാണ് ഡാറ്റകൾ നമ്മളോട് പറയുന്നത്. ഇനി സെക്ടറൽ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ സെക്ടറൽ പെർഫോമൻസിൽ റിയാലിറ്റി ഒഴികെ ബാക്കിയെല്ലാം തന്നെ ഇന്നലെ പോസിറ്റീവിലാണ് അവസാനിച്ചിരിക്കുന്നത്. IT സെക്ടർ 1% മൂവ്മെൻറ്റ് കാഴ്ചവെച്ചപ്പോൾ PSU ബാങ്ക് 1.52% മൂവ്മെൻറ്റ് കാഴ്ചവെച്ചു. ഈ രണ്ട് സെക്ടറുകളാണ് പ്രധാനമായിട്ടും അതേപോലെ പ്രൈവറ്റ് ബാങ്കുകൾ 1% മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ ETF പോവുകയാണെങ്കിൽ ഗോൾഡ് ബീസ് ഒഴികെ ബാക്കിയെല്ലാം തന്നെ പോസിറ്റീവ് മൂവ്മെന്റ് ആണ് കൊടുത്തത്. വലിയൊരു മൂവ്മെന്റ് എന്ന് പറയാൻ സാധിക്കില്ല. IT ബീസ് 0.86% ഒരു മൂവ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ബയേഴ്സ് മാത്രം ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ സോമനി സെറാമിക്സ്, OCCL, വെൽഫേഴ്സ് പ്രോ, ഹൈബ്രിഡ് ഫിൻ സർവീസസ്, ദെൻ മോട്ടിസൺസ് ജ്വൽ, ഓറിയൻ കാർബൺ, GOCL കോർപ്പ്, HP സ്റ്റോക്ക്ഹോൾ, എയറോ ലാം, ക്രിയേറ്റീവായി ഇത്രയും സ്റ്റോക്കുകൾ ബയേഴ്സ് മാത്രം ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നതാണ്. ദെൻ സെല്ലേഴ്സ് മാത്രം ആക്ടിവേറ്റ് ആയിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ പെരിയ കാറമലൈ, സോഫ്ടെക് എൻജിൻ, പേൾ ഗ്ലോബൽ ഇൻ, സാദവ് ഇൻഫ്ര, പരശ്വനാഥ്, ക്യൂപിഡ്, യൂറോടെക്സ്, ഡോൾഫിൻ ഓഫ്ഷോർ, ആർട്ട് നിർമാൺ, മധുകോൺ പ്രൊജക്ട്സ് ഇത്രയും സ്റ്റോക്കുകൾ സെല്ലേഴ്സ് മാത്രം ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നതാണ്. ദെൻ ഇന്നലത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ 56 പോയിന്റ് നഷ്ടത്തിൽ 25,103 ക്ലോസ് ചെയ്തത്. ദെൻ ഈ ആഴ്ചയിൽ നിഫ്റ്റിക്ക് ഇതുവരെയായിട്ട് 56 പോയിന്റിന്റെ ഒരു നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൊത്തത്തിൽ ഈ മാസത്തിൽ 433 പോയിന്റിന്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി ഇന്നത്തേക്കുള്ള ഡാറ്റയിലേക്ക് പോകണം. മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ്, ഫിൻ നിഫ്റ്റി ഇത് മൂന്നെണ്ണം നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. മിഡ് ക്യാപ്പ്, ബാങ്ക് എക്സ് ഇത്രയും ഇൻഡെക്സുകൾ പോസിറ്റീവിലും ക്ലോസ് ചെയ്തു. ഇനി ഇന്നത്തേക്കുള്ള ഒരു ഡാറ്റ നോക്കുകയാണെങ്കിൽ PCR വന്നിരിക്കുന്നത് 0.95 ആണ്. അതായത് ഒരു ന്യൂട്രൽ മൂവ്മെന്റ് ആണ്. ഇത് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണെന്ന് പറയാൻ പറ്റാതെ ഒരു ഗ്രേ ഏരിയയിൽ നിൽക്കുന്നതാണ്. രണ്ട് ഭാഗത്തേക്കും പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 0.7 to 0.99 വരെയും ഒരു ന്യൂട്രൽ മൂവ്മെന്റ് ആണ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ളത് 26,000-ലാണ്, 1,74,000 ആണ്. ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് 24,000-ലാണ്, 1,32,000 ഇവിടെ വന്നിരിക്കുന്നത്. വിക്സ് 14.69 നിൽക്കുന്നത്. സ്പോട്ട് പ്രൈസ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,103 CPR വന്നിരിക്കുന്നത് 25,108, 119 എന്ന ഒരു വളരെ ചെറിയ അതായത് 9 പോയിന്റിന്റെ ഡിഫറൻസിലാണ് 11 പോയിന്റിന്റെ ഡിഫറൻസിലാണ് CPR ഉള്ളത്. ഓൾമോസ്റ്റ് നാരോ CPR എന്ന് നമുക്ക് പറയാം. ഇനി ബ്രേക്ക്ഔട്ട് സോൺ വന്നിരിക്കുന്ന റാസ്ലെവറ്റ്സിന്റെ ബ്രേക്ക്ഔട്ട് സോൺ വന്നിരിക്കുന്നത് 25,130-ലും 120-ലാണ്. അതായത് 10 പോയിന്റിന്റെ ഗ്യാപ്പിലാണ് നോ ട്രേഡ് സോൺ വന്നിട്ടുള്ളത്. സോ ഇത് നല്ലപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് CPRന്റെ നോട് മുട്ടിയിട്ട് അതിന്റെ മുകൾ വശത്തായിട്ടാണ് നോ ട്രേഡ് സോൺ കിടക്കുന്നത്. സോ നമുക്ക് 25,108 ലോവർ സൈഡും 25,130 ഹയർ സൈഡിലുള്ള ഒരു നോ ട്രേഡ് സോൺ തീരുമാനിക്കേണ്ടി വരും. അതായത് 22 പോയിന്റിന്റെ ഒരു നോ ട്രേഡ് സോൺ ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി 25,108 കട്ട് ചെയ്തും 25,130 കട്ട് ചെയ്തും മുകളിലോട്ട് പോവുകയാണെങ്കിൽ 25,299 വരെ ഏകദേശം 169 പോയിന്റ് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇനി അതല്ല 25,108 കട്ട് ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ 24,908 വരെയും 200 പോയിന്റോളം താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. സോ താഴോട്ട് പോകാൻ തന്നെ 25,000 എന്ന ഒരു മാജിക് നമ്പർ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അതിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകാൻ സാധ്യത കുറവാണ്. കാരണം ഏറ്റവും കൂടുതൽ എല്ലാവരും 25,000-ന്റെ മുകളിൽ മാർക്കറ്റിനെ നിലനിർത്താനാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ശ്രമിക്കുന്നത്. സോ അത്രയും നല്ല സെല്ലിംഗ് പ്രഷർ വന്നാൽ മാത്രമേ ഇത് താഴോട്ട് പോവുള്ളൂ. അല്ലെങ്കിൽ 25,000 എന്ന 25,014 ആ റേഞ്ചിൽ വെച്ച് മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകും. അപ്പോൾ ബ്ലൈൻഡായിട്ട് ട്രേഡ് ചെയ്യാതിരിക്കുക, നല്ല രീതിയിൽ മാർക്കറ്റ് വാച്ച് ചെയ്യുക, എന്നിട്ട് മാത്രം ട്രേഡുകൾ എടുക്കുക. ഓൾറൈറ്റ്, അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര തന്നെയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.